ഈത്തപ്പഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അതുപോലെ തന്നെ കക്കരിയും നാം എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കക്കരിയും ഈത്തപ്പഴവും കൂടി ഒന്നിച്ച് കഴിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രണ്ട് പഴവർഗ്ഗങ്ങൾ ഒന്നിച്ച് കഴിക്കുന്നതിന് ധാരാളം ഫലമുണ്ടായിരുന്നു എന്ന് മുത്തുനബിയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഹദീസ് നമുക്കൊന്ന് കേൾക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്, യഅ്കുലു കിസ്സാഅ ബിറുതബി, കക്കരിക്കയോടുകൂടി ഈത്തപ്പഴവും കൂട്ടി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞ ഹദീസിൽ കാണാം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈത്തപ്പഴം എന്ന് പറയുന്നത് ചൂടും കക്കരിക്ക എന്ന് പറയുന്നത് തണുപ്പുമാണ്. അപ്പോൾ ഈ രണ്ടിനെയും, ചൂടിനെയും തണുപ്പിനെയും മിക്സ് ചെയ്തുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചിരുന്നു എന്ന് ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ ഈത്തപ്പഴവും കക്കരിക്കയും കൂട്ടി ഒരുമിച്ച് കഴിക്കുന്നതിന് ധാരാളം ഫലമുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തിൽപ്പെട്ട ഒന്നായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിലും നാം അത് പതിവാക്കുക. മുത്തുനബിയുടെ സുന്നത്ത് കൂടിയാണല്ലോ. അപ്പോൾ നമുക്കും ആ ഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയ വീഡിയോയാണ്, എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.